അങ്ങനെ അടുത്തൊരു ഏഷ്യ കപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിലാണ്. അടുത്ത മാസമാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. ഇപ്രാവശ്യം T20 മോഡലിലാണ് ഏഷ്യ കപ്പ് വരുന്നത്. അതുകൊണ്ട് ആവേശം കൂടുതലായിരിക്കും. ഇപ്പോഴിതാ മലയാളി ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഏഷ്യ കപ്പിൽ സഞ്ജു സാംസൺ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത മാസം 9-നാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലാണ് ആദ്യ മത്സരം. ഇന്ത്യയുടെ മത്സരം സെപ്റ്റംബർ 10-നാണ്. ഇന്ത്യയും UAE തമ്മിലാണ് ആദ്യ മാച്ച്. ആ കളി ഇന്ത്യ ജയിക്കുമെന്നത് ഉറപ്പാണ്. ഇന്ത്യക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല. എന്നാൽ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ശക്തനായ ഒരു എതിരാളിയുണ്ട്. അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഏഷ്യ കപ്പിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരാൻ പോവുകയാണ്. ഇപ്പോഴിതാ സഞ്ജു സാംസൺ ഏഷ്യ കപ്പിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സഞ്ജു ഏഷ്യ കപ്പിൽ ഉണ്ടാകുമെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനത്ത് സഞ്ജു ആകുമെന്നാണ് ഗംഭീർ പറയുന്നത്. കോച്ചിന്റെ സപ്പോർട്ട് സഞ്ജുവിനുണ്ട്. സഞ്ജു T20-യിൽ നേരത്തെ തന്നെ കഴിവ് തെളിയിച്ചതാണ്. ഓപ്പണിംഗിൽ സഞ്ജുവും ജയ്സ്വാളുമായിരിക്കും ഏഷ്യ കപ്പിൽ കളിക്കുന്നത്. അതുപോലെ ബാക്കപ്പായിട്ട് അഭിഷേക് ശർമ്മയും ടീമിൽ ഉണ്ടായിരിക്കും. 3-ാം സ്ഥാനം ആർക്കും തന്നെ തിലക് വർമ്മ വിട്ടുകൊടുക്കില്ല. 4-ാം സ്ഥാനത്ത് സൂര്യകുമാറും ഉണ്ടായിരിക്കും. നല്ലൊരു ടീമിനെയായിരിക്കും ഇന്ത്യ ഏഷ്യ കപ്പിനെ അയക്കുന്നത്. ഋഷഭ് പന്ത് കളിച്ചേക്കില്ല. പകരം ജിതേഷ് ശർമ്മയാണ് ഇന്ത്യയുടെ ബാക്കപ്പ് കീപ്പർ. ഹാർദിക് പാണ്ഡ്യയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബൗളിംഗിൽ രവി ബിഷ്ണോയ്, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷദീപ് സിംഗ്, സിറാജ് ഇവർ ടീമിൽ ഉണ്ടാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. റിയാൻ പരാഗ്, റിങ്കു സിംഗ് ടീമിൽ ഉണ്ടാകും. മൊത്തത്തിൽ അടിമുടി മാറ്റവുമായിട്ടാണ് ഇന്ത്യ ഏഷ്യ കപ്പിന് ഇറങ്ങുന്നത്. ഇന്ത്യയുടെ മെയിൻ ഓപ്പണറും വിക്കറ്റ് കീപ്പറും സഞ്ജുവാണ്. സഞ്ജുവിനെ കസറാൻ പറ്റിയ സുവർണാവസരമാണിത്. സഞ്ജു ഏഷ്യ കപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. സഞ്ജുവിന്റെ വെടിക്കെട്ടിന് വേണ്ടിയാണ് മലയാളി ആരാധകർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.